ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ലെസൺ ഏതാണ്, മെട്രോമാൻ ശ്രീധരൻ, അതിലെ വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, വൺ വേർഡ് ആൻസേഴ്സ്, ട്രൂ ഓർ ഫാൾസ്, ഇതെല്ലാം തീർന്നു. കുറച്ച് വർക്ക് കൂടെ ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇതിന് മുന്നത്തെ ലെസൺ, അതായത് എന്താണ്, ആസാദി കി ഖുഷി, അതിൽ ലാസ്റ്റ് ഒരു വർക്ക് മിസ്സ് നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ലേ? പേജ് നമ്പർ 63 എടുക്കൂ നിങ്ങൾ. പേജ് നമ്പർ 63. അതിൽ ലാസ്റ്റ് വൺ, സംഖ്യാ ശബ്ദ് രേഖാങ്കിത് കരേ, അണ്ടർലൈൻ ദ നൗൺ വേർഡ്സ്. നമ്മൾ ഓൾറെഡി ലെസൺസിൽ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട് സംഖ്യ എന്താണെന്ന്. വട്ട് ഈസ് സംഖ്യ? വട്ട് ഈസ് നൗൺ? സംഖ്യ ഈസ് നൗൺ. വട്ട് ഈസ് നൗൺ? नेमिंग वर्ड्स आर नाउन. किसी वस्तु, व्यक्ति, स्थान या भाव के नाम को संज्ञा कहते हैं. ഡെഫിനിഷനൊക്കെ മിസ് എഴുതാവുന്നതാണ്. സംഖ്യ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുണ്ടാവും സംഖ്യ, നൗൺ എന്താണെന്ന്. ഇതിലെ ക്വസ്റ്റ്യൻ എന്താ? സംഖ്യാ ശബ്ദ രേഖാങ്കിത് കരേ എന്നാണ്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ സംഖ്യ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാദാജി, സ്വാമി और ബേലു ബാസർ ഗേ, അതാണ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ്. അപ്പോൾ അതിൽ സംഖ്യ, നെയിമിംഗ് വേർഡ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ. ദാദാജി, സെക്കൻഡ് വൺ സ്വാമി, ബേലു, ബാസാർ, ഇത്രയും സംഖ്യയാണ്. അതിൽ നെയിമിംഗ് വേർഡ്സ് ആണ്. അത് അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾ നോട്ടിലേക്ക് എഴുതണ്ട, പക്ഷെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്താണ് നെയിമിംഗ് വേർഡ്സ്. അപ്പം മിസ് പറഞ്ഞു, കിസി വസ്തു, വ്യക്തി, സ്ഥാൻ യാ ഭാവ് കെ നാം കോ സംഖ്യ കഹത്തെ. അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനൊക്കെയാണ് സംഖ്യ. പേര് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പേരിനെ സൂചിപ്പിക്കുന്നത്, ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നത്. ദാദാജി പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ, സ്വാമി, ബേലു, ഇത് രണ്ടും നെയിംസാണ്. ബാസാർ ഒരു പ്ലേസാണ് അല്ലേ. സെക്കൻഡ് വൺ, പില്ല സബ്കോ ദേക്കർ പൂഞ്ച് ഹിലാനെ ലഗ. അതിൽ പില്ല, പില്ല അവരുടെ പെറ്റ് ഡോഗാണ് അല്ലേ. ഹാം തോ ഉപഹാർ കേസാ ഹെ, ഹാം തോ ഉപഹാർ കേസാ ഹെ, അതിലേതാ ഒരു സംഖ്യയുള്ളൂ, ഉപഹാർ ഗിഫ്റ്റ്. നെക്സ്റ്റ്, ഉസ്കി ആംഖോ മേ ആൻസു ആഘേ, ഉസ്കി ആംഖോ മേ ആൻസു ആഘേ. ആങ്ക് ഐസ്, ആൻസു ടിയേഴ്സ്, ഇത് രണ്ടുമാണ് അതിൽ വരുന്ന സംഖ്യ. ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് പേജിൽ രംഗീൻ സർവനാം ശബ്ദോം കാ പ്രयोग की संख्या के लिए हुआ है. എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഹൂസ് ആർ ദ കളേർഡ് പ്രൊനൗൺസ് യൂസ്ഡ് ഫോർ. ഇതിൽ പ്രൊനൗൺസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് നൗണിന് പകരം, ഏത് സംഖ്യയ്ക്ക് പകരം ഉപയോഗിച്ച സർവനാമാണ്. സംഖ്യ എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു, നെയിം. നെയിമിന് പകരമായി യൂസ് ചെയ്യുന്നത്, വി യൂസ് ദ വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് നെയിം, ദാറ്റ് ഈസ് പ്രൊനൗൺ. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, ഈ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3rd സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും നൗണും പ്രൊനൗണും എന്താണെന്ന്. അത് തന്നെയാണ് സെയിം, അത് ഹിന്ദിയിലാണെന്ന് മാത്രം. സംഖ്യ, സർവനാം. സംഖ്യ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ ഇതിന് ജസ്റ്റ് മുന്നേ പഠിച്ചു, നെയിം. നെയിമിന് പകരമായിട്ട് അപ്പം മീൻസ് ഒരു എക്സാമ്പിൾ പറയാം. Ravi is a student. He is studying very much. He is a brilliant boy. He is very smart. ഇപ്പോൾ ഇവിടെ രവി എന്നുള്ള പേര് ഫസ്റ്റ് സെൻറ്റൻസിൽ എങ്ങനെയാണ് പറഞ്ഞത്? രവി ഈസ് എ ബോയ്. അപ്പോൾ സെക്കൻഡ് സെൻറ്റൻസിൽ രവി ഈസ് എ സ്റ്റുഡൻറ്റ്, അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ അതിന് പകരം എന്താ യൂസ് ചെയ്തത്? ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, ഹീ ഈസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, ഹീസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ്, ഹീസ് എ സ്മാർട്ട് ബോയ് അല്ലേ. അവിടെ നമ്മൾ രവി എന്നുള്ള പേരിന് പകരമായി യൂസ് ചെയ്ത വേർഡ് ഏതാ? ഹീ. അപ്പോൾ അവിടെ ഏതാണ് പ്രൊനൗൺ? നൗൺ രവി, രവിക്ക് പകരം യൂസ് ചെയ്ത പ്രൊനൗൺ ആണ് ഹീ. മനസ്സിലായോ? അപ്പം അത് തന്നെയാണ് ഹിന്ദിയിലും നൗണിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? പ്രൊനൗൺ ആണ്, സർവനാമാണ്. ആ സർവനാം ഏത് സംഖ്യയ്ക്ക് പകരം, ഏത് നൗണിന് പകരമായി യൂസ് ചെയ്തതാണ്. അത്രയേ ഉള്ളൂ ഇതിൽ ക്വസ്റ്റ്യൻ. ആജ് ആപ് മേരി ദുക്കാൻ പർ ആയി. ഷോപ്പ് കീപ്പർ
ദാദാജിയോട് പറയുന്നതാണ് അല്ലേ. ആജ് ആപ്പ് മേരി ദുക്കാൻ പർ ആയേ, എന്ന് നിങ്ങൾ എൻ്റെ കടയിൽ വന്നു. അപ്പോൾ ആപ്പ് യു നിങ്ങൾ എന്ന് യൂസ് ചെയ്തത് ആർക്ക് പകരം ആരോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്? ദാദാജി, ഗ്രാൻഡ് ഫാദർ അല്ലേ. ഗ്രാൻഡ് ഫാദർ ദാദാജി എന്നുള്ള സംഖ്യയ്ക്ക് പകരം യൂസ് ചെയ്ത പ്രൊനൗണാണ്, സർവനാമാണ് ആപ്പ്. അപ്പം നമ്മളവിടെ എന്താ ആൻസർ എഴുതുന്നത്? ദാദാജി. ടെക്സ്റ്റിൽ തന്നെ ചെയ്താൽ മതി, നോട്ടിലേക്ക് ചെയ്യേണ്ട. ആപ്പ് എന്നുള്ള പ്രൊനൗണിന് പകരം സർവനാമിന് പകരം യൂസ് ചെയ്ത സംഖ്യ ദാദാജി. ദാദാജി എന്നുള്ള സംഖ്യയ്ക്ക് പകരം അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സർവനാമാണ് ആപ്പ്. മനസ്സിലായോ? ആവോ മേം ദിഖാത്താ ഹും, വരൂ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ആരാ പറഞ്ഞത്? നമുക്ക് ഈ ലെസൺ അറിയുന്നതുകൊണ്ട് വേഗം കിട്ടുമോ അത് അല്ലേ. ഞാൻ ഷോപ്പ് കീപ്പറല്ലേ പറഞ്ഞത്. ഷോപ്പ് കീപ്പറുടെ പേരെന്തായിരുന്നു? ആനന്ദ്. ആനന്ദ് അങ്കിൾ അല്ലെങ്കിൽ ആനന്ദ്. അപ്പോൾ ആവോ മേം ദിഖാത്താ ഹും, ആനന്ദ് എന്നുള്ള പേരിന് പകരം യൂസ് ചെയ്തിരിക്കുന്ന പ്രൊനൗണാണ്, സർവനാമാണ് മേം. നെക്സ്റ്റ്, മേം തോ തുമാരി പ്രതീക്ഷ കർ രഹാ താ, ഐ എം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഞാൻ ആരാണ്? ദാദാജിയാണ് അല്ലേ. ദാദാജി എന്നുള്ള നൗണിന് പകരം സംഖ്യയ്ക്ക് പകരം ഉപയോഗിച്ച സർവനാമാണ് മേം. നെക്സ്റ്റ്, വേഴ്സബ് ഖുഷി ഖുഷി ഗർൽ ഔട്ടായി. വേഴ്സബ് ദേ ആർ, അവരെല്ലാവരും. ആരൊക്കെയാണ് അവർ? അതിന് ആരൊക്കെ എന്നുള്ളതിന് പകരം ഉപയോഗിച്ചതാണ് ഈ വേഴ്സബ്. ദാദാജി, സ്വാമി, ബേലു. ഈ 3 പേർക്കും പകരമായിട്ട് ഉപയോഗിച്ച പ്രൊനൗണാണ്, സർവനാമാണ് വേഴ്സബ്. ദാദാജി, സ്വാമി ഓർ ബേലു. മനസ്സിലായോ? പിന്നെ സർവനാമം സംഖ്യയാണ് ഇപ്പോൾ നമ്മളിതിൽ നോക്കിയത്. പിന്നെ നമ്മളിപ്പോൾ എടുത്ത മെട്രോമാൻ ശ്രീധർ എന്നുള്ള ലെസണിലും വരുന്നുണ്ട് സർവനാമം. അതാണ് മിസ് അതും ഇതും കൂടെ ഒന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. പേജ് നമ്പർ 71 എടുക്കാം. दिए गए वाक्यों में സർവനാം ശബ്ദ രേഖാങ്കിത് കർക്കെ ലിഖി. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളിൽ സർവനാം പ്രൊനൗൺ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ദ പ്രൊനൗൺ ഇൻ ദ ഗീവൺ സെൻറ്റൻസസ്. അവിടെ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതാം, അണ്ടർലൈൻ ചെയ്യുക, ഇങ്ങോട്ട് എടുത്തെഴുതാം. അത്രേ ചെയ്യാനുള്ളൂ, നോട്ടിലേക്ക് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് നോക്കാം. മേം ഖേൽക്കർ ദക് ഗയാഹും, അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സർവനാമം ഏതാണെന്ന്? മേം. മേം ആരായിരുന്നു ഈ ലെസണിൽ? നമ്മളുടെ എന്തായിരുന്നു പേര്? മിസ്സങ്ങൾ മറന്നുപോയല്ലോ. നമ്മളുടെ ആരായിരുന്നു? ശ്രീധറിനെ കുറിച്ച് പറഞ്ഞത് ഗുരു അല്ലേ. സെക്കൻഡ് വൺ, ഹം ജോ സോച്തേ ഹേ ബൻ ജാത്തേ ഹേ. ഹം ജോ സോച്തേ ഹേ ബൻ ജാത്തേ ഹേ. അവിടെ ഏതാണ് സർവനാം? ഹം, വി, ഞങ്ങൾ അല്ലേ. നെക്സ്റ്റ്, വ ഇമാൻദാരി और लगन से काम करते हैं. വേ എന്ന് പറഞ്ഞാൽ ഹി, അദ്ദേഹം. വേ ഇമാൻദാരി और लगन से काम करते हैं. നെക്സ്റ്റ്, കർമ്മ ഉൻകെ ജീവൻ കാ മൂൽ മന്ത്ര ഹെ. അതിലെന്താണ് സർവനാം? അപ്പം നിങ്ങൾ വേഗം പറയുന്നുണ്ടാവും മിസ് വായിക്കുമ്പോഴേക്കും അല്ലേ. ഉൻകെ അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഈ ശ്രീധറിനെ, അദ്ദേഹത്തിൻ്റെ പേരിന് പകരമാണ് കർമ്മ ഈ ശ്രീധർക്ക് ജീവൻ കാ മൂൽ മന്ത്രഹേ എന്ന് പറയുന്നതിന് പകരം ഈ ശ്രീധർ എന്നുള്ള നെയിമിന് പകരം ഉപയോഗിച്ച സർവനാം പ്രൊനൗണാണ് ഉൻകെ, അദ്ദേഹത്തിൻ്റെ. സഫലത ഉൻകെ ചരൺ ചൂംതി ഹെ. അവിടെ എന്താണ് സർവനാം? ഉൻകെ. അവിടെ ഉൻകെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ശ്രീധർ അദ്ദേഹത്തിൻ്റെ പേരിന് പകരം യൂസ് ചെയ്തിരിക്കുന്ന സർവനാമാണ് ഉൻകെ. മനസ്സിലായോ? അപ്പോൾ സർവനാമം സംഖ്യയാണ്. നമ്മൾ കഴിഞ്ഞ ലെസണിലെ മിസ് പറഞ്ഞിരുന്നു. അത് നോട്ടിൽ എഴുതാൻ സ്ഥലമൊന്നും വിടാൻ പറഞ്ഞിട്ടില്ല, കാരണം അത് നോട്ടിലേക്ക് എഴുതണ്ട. ഇത് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്യാനും ടെക്സ്റ്റിൽ തന്നെ ആൻസർ എടുത്തെഴുതാനേ ഉള്ളൂ. പിന്നെ ഈ ലെസണിലും ടെക്സ്റ്റിൽ തന്നെ ആൻസർ എടുത്തെഴുതാനേ ഉള്ളൂ. സർവനാമം എന്താണെന്ന് ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. നിങ്ങൾക്കത് മനസ്സിലായാൽ മതി. സർവനാമവും സംഖ്യയും എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇതിൽ കുറച്ചുകൂടി വാക്ക് വിട്ടിരുന്നു മിസ്. ഏതാണ്? പേജ് നമ്പർ 70 നോക്കാം. പടേ ഔ സമച്ചേ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ജസ്റ്റ് പറഞ്ഞു തരാം, നിങ്ങൾക്കൊന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ. അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഒന്ന് വായിച്ചു തരാം ആദ്യം.
ശ്രീധരൻ, മെട്രോ, ശ്രേഷ്ഠത, ഉമ്ര, ട്രക്ക്, സഹകർമ്മിയോ, പരിശ്രം, കർമ്മ. അവിടെ ചിഹ്നത്തിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. രാ എന്നുള്ള അക്ഷരത്തിന് പകരമായിട്ട് ആ ചിഹ്നം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെയാണ് ചിഹ്നങ്ങൾ. എന്നാലും ശ്രീധരൻ, സ്ര അല്ലേ. സ്ര എന്ന് പറയുമ്പോൾ അവിടെ രാ എന്നുള്ള അക്ഷരമുണ്ട്, അതിനെയാണ് ആ ചിഹ്നത്തിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അതുപോലെ മെട്രോ, ടായുടെ അടിയിൽ കാണിച്ചിരിക്കുന്ന ആ ചിഹ്നം. ശ്രേഷ്ഠത നമ്മൾ ശ്രീധരനിൽ കണ്ടു സ്ര എഴുതുന്നത് അല്ലേ. പിന്നെ ഉമ്ര, മായുടെ താഴെയുള്ള ചിഹ്നം. ട്രക്ക് മെട്രോയിൽ കണ്ട അതേപോലെ തന്നെ ടായുടെ താഴെയുള്ളത്. പിന്നെ സഹകർമ്മിയോ, മായുടെ മേലെ കിടക്കുന്ന ചിഹ്നം, റെഡിൽ കാണിച്ച് റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പരിശ്രം ഓൾറെഡി നമ്മൾ 2 വേർഡിൽ കണ്ടു. പിന്നെ കർമ്മ, മനസ്സിലായോ? താഴെ മിസ് ഒന്ന് വായിച്ചു തരാം എഴുതിയത്. ജസ്റ്റ് സ്വരഹിത രാ അകലെ വർണ്ണയ്ക്ക് ഊപ്പർ ലഗ്താ ഹൈ ജൈസെ ധർമ്മ കർമ്മ. രാ എന്നുള്ള അക്ഷരത്തിന് പകരം യൂസ് ചെയ്യുന്ന ചിഹ്നം അവിടെ മുകളിലാണ് അക്ഷരത്തിൻ്റെ അല്ലേ. ധർമ്മം കർമ്മം ഒക്കെ മായുടെ മുകളിലും ആണ് ആ ചിഹ്നം. പിന്നെ സ്വർരഹിത വ്യഞ്ജനിക്ക് ബാദ് സ്വരയുക്ത് രാ നീച്ചെ ഠേഡി രേഖ കെ രൂപമേ ലഗ്താ ഹൈ ജൈസെ പ്രഥം ചക്ര. അതിൽ രണ്ടിലും ചിഹ്നം എവിടെയാണ്? പായുടെയും ഖായുടെയും താഴെയായിട്ട്. നെക്സ്റ്റ് സ്വരഹിത ഠ ഢ കെ ബാദ് സ്വരയുക്ത് രാ ലഗ്താ ഹൈ ജൈസെ ട്രക്ക് ഡ്രം. രണ്ടിൻ്റെ അടിയിലായിട്ട് അല്ലേ. മനസ്സിലാവും? ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അല്ല നിങ്ങൾക്കത് നോട്ടിലേക്ക് എഴുതാനും ഒന്നുമില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്, പിരിച്ചെഴുതലും ചേർത്തെഴുതലും അല്ലേ. അത് തന്നെയാണിത്. സഫൽ പ്ലസ് ത സഫലത, ശ്രേഷ്ഠ പ്ലസ് ത ശ്രേഷ്ഠത, കുശൽ പ്ലസ് ത കുശലത, സമാൻ പ്ലസ് ത സമാനത, കോമൾ പ്ലസ് ത കോമളത, ശീതൾ പ്ലസ് ത ശീതളത. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ എഴുതാനുള്ള വർക്കുകൾ തന്നെയാണ്, നോട്ടിലേക്ക് എഴുതാനൊന്നുമില്ല. നെക്സ്റ്റ് ശുദ്ധവർത്തനി വാലെ ശബ്ദം പെർ ഗോള ലഗായാണ്. ശുദ്ധവർത്തനി മീൻസ് കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ഇതിൽ കറക്റ്റ് വേർഡ് എന്ന് നോക്കി അത് റൗണ്ട് ചെയ്യാം. അത് മിസ് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. വേർഡ് എന്താ നോക്കാം നമുക്ക്. ഈമാൻദാരിയാണ് ഫസ്റ്റ് വേർഡ്. സെക്കൻഡ് വേർഡ് നിഷ്ഠ. തേർഡ് വൺ പരിശ്രം. ഫോർത്ത് വൺ വിഭൂഷൺ. അതിൽ കറക്റ്റ് സ്പെല്ലിങ് വരുന്ന വേർഡ്സ് ഏതാണെന്ന് റൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ലെസണിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, എടുക്കുന്നതൊക്കെ കൂടെ. നമ്മൾ PT4 എക്സാമായി പോർഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ എടുത്ത് അതിൽ TP ഒക്കെ ഇട്ട ലെസൺസാണത്. ആസാദി കി ഖുഷിയും ഉത്തം ബീജും കുറച്ച് മുന്നേ എടുത്തതാണെന്ന് വെച്ച് മറന്നു പോയിട്ടുണ്ടാവരുത്, വായിച്ച് പഠിക്കുക. മിസ് അത് റിവിഷനൊക്കെ നടത്തിയ ലെസൺ തന്നെയാണ്, TP നടത്തിയ ലെസണാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ആ ലെസണിലുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. നമുക്ക് നമ്മുടെ പുതിയ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ചിടിയാക്ക, ചിടിയാക്കി, ചിടിയാഘർ കി സായർ. എന്താണ്? ചിടിയാഘർ കി സായർ. ചിടിയാഘർ മീൻസ് സൂ, സായർ ജേണി, ജേണി ടു സൂ. സൂവിലേക്ക് രമയ്യ സൂവിൽ പോയി. രമയ്യ ഹിസ് എ ബോയ്. അവൻ സൂവിൽ പോയി അവൻ്റെ സ്കൂൾ മേറ്റ്സിൻ്റെ കൂടെ. സ്കൂളിൽ നിന്ന് നമ്മളൊക്കെ പോകാറില്ലേ, അതുപോലെ ട്രിപ്പ് പോയി. അപ്പോൾ അവിടെ കണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവൻ്റെ ഫ്രണ്ടിന് കത്തയച്ചതാണ് ഇത്. ഒരു ചിട്ടിയാണിത്. ചിട്ടി മീൻസ് ലെറ്ററാണിത്. നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്തൊരു കാര്യം. ലെറ്റർ എന്താണെന്ന് അറിയോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ലെറ്ററൊന്നും കാണാൻ വഴിയില്ല. വാട്സപ്പിലൊക്കെ അല്ലേ ഇപ്പോൾ മെസ്സേജ് ചെയ്യുന്നുള്ളൂ എല്ലാവരും. അപ്പോൾ ഇതൊരു ലെറ്ററാണ്. രമയ്യ അവൻ്റെ ഫ്രണ്ട് കൃഷ്ണൻ അയച്ച ലെറ്റർ. കൃഷ്ണൻ അവൻ്റെ ഫ്രണ്ട് രമയ്യയ്ക്ക് അയച്ച ലെറ്റർ. രമയ്യയ്ക്കാണ് അയച്ചത് കൃഷ്ണനാണ് സൂവിൽ പോയി അവിടെ കണ്ട കാര്യങ്ങൾ അവൻ ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആണ് അവൻ്റെ ഫ്രണ്ടിനോട് എന്തെങ്കിലും നിങ്ങൾക്കില്ലേ സ്കൂളില്ലാത്ത ദിവസം ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്കൂൾ തുറക്കുന്ന ദിവസം ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഓടി വരുന്നത് അല്ലേ. അതുപോലെ അവന് കണ്ട കാര്യങ്ങളൊക്കെ ലെറ്റർ എഴുതിയതാണ് അവൻ്റെ ഫ്രണ്ടിന്. ആര്? കൃഷ്ണൻ രമയ്യയ്ക്ക്.
നമുക്ക് നോക്കാം എന്താണെന്ന്. ലെറ്റർ എഴുതുന്നതിൻ്റെ മേലെ കണ്ടോ പ്ലേസ്, ഡേറ്റ്. ലെറ്റർ എഴുതുമ്പോൾ അങ്ങനെയാണ്. ആദ്യം പ്ലേസ് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ലെറ്റർ എഴുതുന്നത്? നൈ ദില്ലി, ദില്ലിയിൽ നിന്നാണ്. 5th ഓഗസ്റ്റ്. ഡേറ്റും പ്ലേസും. പിന്നെ പ്രിയ രമയ്യ, ഡിയർ രമയ്യ. നമസ്തേ ലെറ്റർ എഴുതുന്നതാണ്. മനസ്സിലായോ? तुम कैसे हो? चाचू की शादी में आए अतिथि तो चले गए होंगे. मैं ये पत्र तुम्हें एक ऐसी बात बताने के लिए लिख रहा हूँ जिसे पढ़कर तुम मेरे पास दिल्ली अवश्य आओगे. എന്താ അവൻ പറയുന്നത്? തും കേസേ ഹോ. നമ്മൾ ഫോൺ ചെയ്യുക, കുറേ കാലം കൂടി ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഹൗ ആർ യു ചോദിക്കും അല്ലേ? എങ്ങനെയുണ്ട്? തും കേസേ ഹോ ചോദിച്ചാൽ ഹൗ ആർ യു, സുഖമല്ലേ? ചാച്ചൂക്ക് ഷാദിമേ ആയ അതിഥി തോ ചലേ ഗേ ഹോങ്കെ. അവൻ്റെ കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. ഷാദി, മാരേജ്. അതിഥി, മെഹ്മാൻ, ഗസ്റ്റ്. നിൻ്റെ ചാച്ചുവിൻ്റെ മാരേജിന് വന്ന ഗസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? അവൻ്റെ വീട്ടിൽ മാരേജ് ഉണ്ടായിരുന്നു അവൻ്റെ കസിൻ്റെ. അതിന് വന്നവരൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ചാച്ചൂക്ക് ഷാദിമേ ആയ അതിഥി തോ ചലേ ഗേ ഹോങ്കെ. मैं ये पत्र तुम्हें एक ऐसी बात बताने के लिए लिख रहा हूँ. പത്ര മീൻസ് ലെറ്റർ. ഞാൻ ഈ ലെറ്റർ നിനക്ക് അയക്കുന്നത് എന്തിനാണ്? ഏസി ബാത് ബത്താനെ കെ ലിയെ. നിനക്ക് ഈ ലെറ്റർ ഇപ്പോൾ ഞാൻ എഴുതുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ജിസെ പഠിക്കൽ തും മേരെ പാസ് ദില്ലി അവശ്യം ആവുകി. നീ ഇത് വായിച്ച് എൻ്റെ അടുത്ത് വരണം. നീ ഇത് വായിച്ചു കഴിഞ്ഞാൽ ശേഷം ഡൽഹിയിൽ വരണം. അത്യാവശ്യമാണത്. കാരണം അവൻ അത്രയും എന്തോ സന്തോഷമുള്ള കാര്യമാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിനെ കൂടെ അത് കാണിക്കണം. അതിനാണ് അവൻ പറയുന്നത്. മേ എ പത്ര തുമേ ഏക്ക് ഏസി ബാത് ബത്താനെ കെ ലിയെ ലിഖ് രഹാ ഹൂം. ഞാൻ ഈ ലെറ്റർ നിന്നോട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് എഴുതുന്നത്. ജിസെ പഠിക്കർ തും മേരെ പാസ് ദില്ലി അവശ്യം ആവുകി. നീ ഇത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തായാലും വരണം, ഡൽഹിയിൽ വരണം. ദില്ലിയിൽ വന്നാലേ അവന് കാണിക്കാൻ പറ്റുള്ളൂ. അവൻ എന്താ കണ്ടത് നമുക്ക് നോക്കാം. പോയത് എവിടെയാണെന്ന് നമുക്ക് ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലായി അല്ലേ? ചിടിയാഗർ, സൂവിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലേസ് അല്ലേ സൂ? पिछले शनिवार हम चिड़ियाघर गए थे. दिल्ली का चिड़ियाघर भारत के सबसे अच्छे चिड़ियाघरों में से एक है. यह प्रगति मैदान और पुराने किले के निकट है. मैम ने टिकट ली तो हम लाइन में अंदर आए. पिछले शनिवार, शनिवार मीन्स സാറ്റർഡേ. പിछले ശനിവാർ ലാസ്റ്റ് സാറ്റർഡേ. ലാസ്റ്റ് സാറ്റർഡേ ഞങ്ങൾ എവിടെ പോയി? സൂവിൽ പോയി. അവൻ സ്കൂളിൽ നിന്നാണ് പോയത്. മിസ് പറഞ്ഞു അവൻ്റെ സ്കൂൾ മേറ്റ്സിൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയാണ്. പിछले ശനിവാർ ഹം ചിടിയാഗർ ഗയേ തെ. ഞങ്ങളെവിടെ പോയിരുന്നു? സൂവിൽ പോയിരുന്നു. ദില്ലി കാ ചിടിയാഗർ ഭാരത് കി സബ്സെ അച്ഛേ ചിടിയാഗരോ മെം സേ ഏക് ഹേ. നമുക്കറിയാം ഒരുപാട് സൂ ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് സൂ ഉണ്ട്. പക്ഷേ ദില്ലിയിലെ ഈ സൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സൂകളിൽ ഒന്നാണ്. ഒരുപാട് നല്ല സൂകളുണ്ട്. അതിൽ ഒന്നാണ് ദില്ലിയിലുള്ള ഈ സൂ. ഏ പ്രഗതി മൈതാൻ ഔർ പുരാനെ കിലേക്ക് നിക്കട്ട്. ദില്ലിയിൽ അത് എവിടെയാണെന്നാണ് പറഞ്ഞത്. പ്രഗതി മൈതാനിൻ്റെയും പുരാനെ കിലെ, ഓൾഡ് ഫോർട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും അടുത്തായിട്ടാണ് ഇത് വരുന്നത്. മാമിനെ ടിക്കറ്റ് ലീത്തോ ഹം ലൈൻ മേ അന്തറായ. മാം ഒരു ടീച്ചറെയാണ് ഉദ്ദേശിച്ചത്. മാമിനെ ടിക്കറ്റ് ലീത്തോ. മാം ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ലൈൻ മേ അന്തറായ, ലൈനായി ഉള്ളിലേക്ക് പോയി. നമുക്കറിയാം സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അല്ലേ? ലൈനായിട്ടല്ലേ പോവുക ഓരോന്നും കാണാൻ. മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ വായിച്ചിരുന്നോ മിസ്? പിछले ശനിവാർ ഹം ചിടിയാഗർ ഗയേ തെ. ലാസ്റ്റ് സാറ്റർഡേ ഞങ്ങൾ എവിടെ പോയി? സൂവിൽ പോയി. ദില്ലി കാ ചിടിയാഗർ ഭാരത് കി സബ്സെ അച്ഛേ ചിടിയാഗരോ മെം സേ ഏക് ഹേ. ദില്ലിയിലെ ഈ സൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല സൂകളിലൊന്നാണ്. ये പ്രഗതി മൈതാൻ और പുരാനെ കിലേക്ക് നികട്ട് ഹെ. ഇത് ദില്ലിയിലെ പ്രഗതി മൈതാൻ്റെയും പുരാനെ കിലയുടെയും അടുത്തായിട്ടാണ്. മാമിനെ ടിക്കറ്റ് ലീത്തോ ഹം ലൈൻ മേ അന്തർ ആയെ. മാം ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ ലൈനായി നല്ല കുട്ടികളായി ഉള്ളിലേക്ക് പോയി. ഇനിയാണ് ഉള്ളിൽ അവൻ കണ്ട കാര്യങ്ങൾ. सबसे पहले हमने भारत सिंघा, काला हिरण और नीलगाई देखी. बाड़े में झुंड के झुंड इधर से उधर आ जा रहे थे. उसके बाद भारी भरकम गैंडे देखे. अगले बाड़े में तेंदुआ देखा. वह बड़ा फुर्तीला होता है. करीब ही बब्बर शेरों का बाड़ा देखा. पीले रंग के बब्बर शेरों की गर्दन पर बड़े बड़े बाल थे. देखकर ही डर लग रहा था. മനസ്സിലായോ എന്തെങ്കിലും? സബ്സെ പഹലെ, ഫസ്റ്റ്.
ഫസ്റ്റ് അവരെന്താ കണ്ടത്? ബാരസിംഹ. ബാരസിംഹ മീൻസ് ഡിയർ. ഡിയേഴ്സ് കുറേ ടൈപ്പ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഡിയറിനെ, മാനുകളെ പല ടൈപ്പുള്ള മാനുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ പോയി പല പല കഷ്ണങ്ങളായ കൊമ്പുകൾ, മരക്കൊമ്പ് പോലെ ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ടുള്ള കൊമ്പുള്ള ഡിയറിനെയാണ് എന്ത് പറയുന്നത്? ബാരസിംഹ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? പല ടൈപ്പ് മാനുകളുണ്ട്. ചിലതിൻ്റെ കൊമ്പ് ചെറിയതായിരിക്കാം, ചിലതിൻ്റെ ഇങ്ങനെ മരക്കൊമ്പ് പോലെ ബ്രാഞ്ചസ് ആയിട്ടുള്ള കൊമ്പുകളുള്ള മാനുണ്ട്. അതിനെയാണ് ബാരസിംഹ എന്ന് പറയുന്നത്. കാലാഹിരൺ, അതും ഡിയറാണ്. ഹിരൺ പറഞ്ഞാൽ ഡിയർ, കാലാഹിരൺ. ഔർ നീൽഗായ് ദേക്കി. നീൽഗായ് എന്ന് പറഞ്ഞാലും വൺ ടൈപ്പ് ഓഫ് ഡിയർ ആണ്. അതിന് ചെറുതായിട്ടൊരു കൗവിൻ്റെ ഷേപ്പ് ഉണ്ട്, ചെറുതായിട്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു കൗവിൻ്റെ ഷേപ്പ് ഉണ്ട്. അതാണ് അതിന് നീൽഗായ് എന്ന് പേര് വരാനുള്ള കാരണം, അതായിരിക്കും നീൽഗായ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഹിരണാണ്, ഡിയറാണ്. സബ്സെ പഹലെ ഹംനെ ബാരസിംഹ, കാലാ ഹിരൺ ഔർ നീൽഗായ് ദേക്കി. ഇതൊക്കെ എന്താ ചെയ്യുന്നവർ? ബാഡേ മേ ജുണ്ട് കെ ജുണ്ട് ഇധർ സേ ഉധർ ആജാ രഹേ തെ. ബാഡേ പറഞ്ഞാൽ ഇങ്ങനെ അവരെ ഒന്നിച്ച്, സൂവിലൊക്കെ ഒരേ ടൈപ്പ് അനിമൽസിനെ ഇങ്ങനെ ഒന്നിച്ച് ഇട്ടിട്ടുണ്ടാവും ഒരു സ്ഥലത്ത്. ഒരു റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ, കുറച്ച് ഓപ്പൺ, നമുക്ക് പുറത്ത് വരുന്നവർക്ക് കാണാൻ വേണ്ടി ചുറ്റും ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ചിട്ട്. അതിനാണ് ഈ ബാഡ എന്ന് പറയുന്നത്. ജുണ്ട് കെ ജുണ്ട്, ജുണ്ട് പറഞ്ഞാൽ ഹേർഡ്, ഗ്രൂപ്പായിട്ട്. പൊതുവേ മാനുകൾ ഗ്രൂപ്പായിട്ടാണ് കാണുക. കാട്ടിലും അവർ അങ്ങനെയാണ് നടക്കുക. ഇപ്പോൾ വെള്ളം കുടിക്കാനും ഇലയും പുല്ലൊക്കെ തിന്നാനൊക്കെ നടക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇധർ സേ ഉധർ ആജാ രഹേ തെ, അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. വലിയ സ്ഥലമാണ്, അതിലൊരുപാട് ടൈപ്പ്, നമ്മൾ കുറേ ടൈപ്പ് മാനുകളെ പറഞ്ഞു. അവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്കെ ബാദ് ഭാരി ബർക്കം ഗൈൻഡേതേക്ക്. അതിനുശേഷം എന്താ കണ്ടത്? ഗൈൻഡേ മീൻസ് റൈനോസേഴ്സ്. ഭാരി ബർക്കം പറഞ്ഞാൽ ഹെവി, അത് ഹെവിയാണ്, നല്ല തടിച്ച് നല്ല വലിയൊരു അനിമലാണ് റൈനോസർ അല്ലേ? അതിനെയാണ് കണ്ടത്. പിന്നെ അഖലെ ബാഡേമേ തേന്തുവ ദേക്ക. നെക്സ്റ്റ് ഒരു ബാഡയിൽ എന്താ ഉള്ളത്? തേന്തുവ മീൻസ് ലെപ്പേർഡ്. നെക്സ്റ്റ് ബാഡയിൽ ലെപ്പേർഡ്. അനിമൽസിനെ ഓരോന്നിനായി കാണുകയാണ്. ആദ്യം ഹിരണിനെ കണ്ടു, അത് കഴിഞ്ഞ് റൈനോസറിനെ കണ്ടു, അഗലെ ബാഡേമേ തേന്തുവ ലെപ്പേർഡിനെ കണ്ടു. വോ ബഡാ ഫുർത്തീല ഹോത്താ ഹെ. ലെപ്പേർഡ് എപ്പോഴും നല്ല എനർജറ്റിക് ആണ് അല്ലേ? ഭയങ്കര എനർജറ്റിക് സ്മാർട്ടൊക്കെയാണ്, നമുക്കറിയാം ലെപ്പേർഡ്. പുലികൾ അങ്ങനെയല്ലേ, പുലിയും സിംഹമൊക്കെ. കരീബ് ഹി ബബ്ബർ ഷേരോം കാ ബാഡ ദേക്ക. കരീബ് മീൻസ് നിയർ, അതിൻ്റെ അടുത്ത് തന്നെ എന്താണ്? ഷേരോം കാ ബാഡ. ഷേർ മീൻസ് ഷേർ, ലയണിൻ്റെ ബാഡയാണ് അതിൻ്റെ അടുത്ത്, ലയൺസാണ് അതിൻ്റെ അടുത്തുള്ളത്. പീലെ രംഗ് കെ ബബ്ബർ ഷേരോം കി ഗർദൻ പർ ബഡേ ബഡേ ബാൽ തെ. മഞ്ഞ കളറിലുള്ള ലയണിൻ്റെ കളർ ഒരു മഞ്ഞ പോലെ ഒരു കളറാണല്ലോ. മഞ്ഞ കളറുള്ള ഈ ലയൺസിൻ്റെ ഗർദൻ, നെക്ക്, കഴുത്തിൽ എന്താണ്? വലിയ വലിയ മുടികൾ. അതിൻ്റെ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ വലിയ വലിയ, അതിന് താടയില്ലേ, ഇങ്ങനെ ഉണ്ട്. ദേഖർ ഹി ഡർ ലഗ് രഹാ ത. അതിനെ കാണുമ്പോൾ തന്നെ എന്താ തോന്നുന്നു? പേടി തോന്നും. ശരിയാ, മാനിനെ ഒന്നും കാണുന്ന പോലെയല്ല ലയണിനെയും ലെപ്പേർഡിനെ ഒന്നും കണ്ടാൽ അല്ലേ? പീലെ രംഗ് കെ ബബ്ബർ ഷേരോം കി ഗർദൻ പർ ബഡേ ബഡേ ബാൽ തെ. ബാൽ എന്താണെന്ന് നമ്മൾ വേറെ ലെസണിൽ പഠിച്ചു. ഹെയർ, മുടി. അതിൻ്റെ മുടി അല്ല, കഴുത്തിലിങ്ങനെ മഞ്ഞ കഴുത്തിൽ വലിയ വലിയ മുടി ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്, രോമങ്ങൾ. ദേഖർ ഹി ഡർ ലഗ് രഹാ ത. അതിനെ കാണുമ്പോൾ തന്നെ എന്താ നമുക്ക് തോന്നുന്നു? പേടിയാണ് തോന്നുന്നത്. തബി പീച്ചെ സെ നിഖൽ കർ ഏക് സഫേദ് ഷേർ ആയ. അപ്പോൾ അവിടെ വേറൊരു ഷേർ വന്നു അതിൻ്റെ പിറകിൽ. എന്തായിരുന്നു? സഫേദ്, വൈറ്റ് ഷേർ. അപ്പോൾ മാമിനെ കഹ, ടീച്ചർ അവരോട് പറയുകയാണ്, ദേക്കോ സഫേദ് ഷേറിനെ നോക്ക്, ഏ ദുനിയാമേ ബഹൂത് ഹി കം ഹെ. ഇത് ലോകത്ത് വളരെ റയർ ആയിട്ടുള്ള ഒരു അനിമലാണ് സഫേദ് ഷേർ. സഫേദ് മീൻസ് വൈറ്റ്, സഫേദ് ഷേർ ഇത് ലോകത്ത് തന്നെ വളരെ റയർ ആയിട്ടുള്ള ഒരു അനിമലാണ്. ഹം ലോഗ് ഗൂംത്തെ ഗൂംത്തെ ദഗ്ഗയേത്ത്. വലിയ സൂ അല്ലേ, ഇവർ നടന്ന് ചുറ്റി നടന്ന് ദഗ്ഗയെ, ടയേർഡായി. ഹം സബ്നെ പാർക്ക് മേ ബൈഠ് കർ ഖാന ഖായ. അപ്പോൾ അവിടെ പാർക്കിലിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. പാർക്ക് മേ പാസ് ഹി ഏക് താലാബ് ത ജഹാ മഗർമച്ച് തെ. അപ്പോൾ ഈ അനിമൽസിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് അവർ നടന്ന് ക്ഷീണിച്ച് വന്നാണ് പാർക്കിലിരുന്ന് ഫുഡ് കഴിച്ച്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ട്? പാസ്മേ ഏക്ക് താലാബ് മീൻസ് പോണ്ട്, കുളം, വലിയ കുളം. യഹാ മഗർമച്ച് തെ. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? മഗർമച്ച് മീൻസ്
ക്രോക്കഡൈൽ, മഗർമച്ച് പറഞ്ഞാൽ ക്രോക്കഡൈൽ. ഉൻകെ സാത്ത് ദരിയായി ഘോഡ ബീത്ത. പിന്നെ അതിൻ്റെ അടുത്ത് എന്തുണ്ട്? ഘോഡ. ഘോഡ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഹോഴ്സ്. ഇവിടെ പിക്ചർ നോക്കിയാൽ ഇവിടെ കാണുന്നുണ്ട് കുറേ അതിൽ കാണിക്കുന്ന അനിമൽസിനെ. എല്ലാം ഒന്നും ഇല്ലെങ്കിലും മഗർമച്ചിനെയൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഘോഡ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. ഉൻകെ സാത്ത് ദരിയായി ഘോഡ. ഉൻകെ പീച്ചേക്ക് കക്ഷമേ വൻ മാനുഷ്തെ. അതിൻ്റെ പിറകിലുള്ള റൂമിൽ, കക്ഷ പറഞ്ഞാൽ റൂം, പിറകിലുള്ള റൂമിൽ എന്താണുള്ളത്? വൻ മാനുഷ്. വൻ മാനുഷ് മീൻസ് ചിമ്പാൻസി. जिनके बच्चे कभी पेड़ से लटक जाते कभी एक दूसरे के पीछे भाग रहे थे. അതിൻ്റെ കുട്ടികൾ എന്താ ചെയ്യുന്ന? ഈ ചിമ്പാൻസിയുടെ കുട്ടികൾ കബി പേഡ്സെ ലടക് ജാത്തെ, ഇടയ്ക്ക് മരത്തിൽ കയറും, തൂങ്ങിക്കയറും. കബി ഏക് ദൂസരേക്ക് പീച്ചെ ഭാഗ് രഹേ, അല്ലെങ്കിൽ ഒന്ന് മറ്റതിൻ്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പാർക്ക് മേ പാസ് ഹി ഏക് താലാബ് താ ജഹാ മഗർമച്ച് തേ ഉൻകെ സാത്ത് ദരിയായി ഘോഡ ഭീ താ. ഉൻകെ പീച്ചേക്കെ കക്ഷമേ വൻ മാനുഷ് തേ. ചിമ്പാൻസി ഉണ്ട്, അതിൻ്റെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ജിൻകെ ബച്ചെ കബി പേഡ്സെ ലടക് ജാത്തെ കബി ഏക് ദൂസരേക്കെ പീച്ചെ ഭാഗ് രഹേ തേ. മരത്തിൽ കയറുന്നു, താഴേക്ക് ഇറങ്ങുന്നു, ചിലത് മറ്റുമുള്ളതിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. थोड़ा सा आगे बढ़े तो पक्षियों के कक्ष थे जिनमें तरह तरह के रंग बिरंगे पक्षी चहक रहे थे. थोड़ा सा आगे बढ़े तो, കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ പക്ഷിയോം കെ കക്ഷത്തെ, പക്ഷികളാണ് പിന്നെ കണ്ടത്. അപ്പം അനിമൽസിനെ കണ്ടു കഴിഞ്ഞിങ്ങനെ വരികയാണ്. പക്ഷികളാണ്. ജിന്മേ തര തരക്ക് രംഗ് ബിരങ്കി പക്ഷി, പല കളറിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സാണ് അവിടെ ഉള്ളത്, കളർഫുൾ ബേഡ്സ്. ശർമ്മ മാമിനെ ബതായാക്കി ചിടിയാഘർ. ശർമ്മ മാം, അവരുടെ മാം ടീച്ചർ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ചിടിയാഘർ മേ വിദേശോം സേ ബി പക്ഷി ഉഡ്കർ ആയേ ഹെ. ഈ സൂവിൽ വിദേശത്ത് നിന്നൊക്കെയുള്ള പക്ഷികൾ പറന്നു വരുന്നുണ്ട്. ജബ് ദക്ഷിൺ പൂർവ് ഏഷ്യ, യൂറോപ്പ് और साइबेरिया में ठंड होती है तब सारस जाति के ये पक्षी यहाँ नीड बनाते हैं. പക്ഷികൾ വേറെ രാജ്യങ്ങളിലെ ക്ലൈമറ്റ് മാറുമ്പോൾ അവരിങ്ങനെ പറന്ന് വരും. അത് പല സ്ഥലത്തും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പക്ഷികളുണ്ടെന്നാണ് പറഞ്ഞത്? ദക്ഷിണ പൂർവ്വ ഏഷ്യ, യൂറോപ്പ്, സൈബേരിയ. അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോഴങ്ങോട്ട് വരുന്ന ഡണ്ട് ഹോത്തി, അവിടെ തണുപ്പാവുമ്പോൾ. തബ് സാരസ് ജാതിക്ക് ഏ പക്ഷി എഹാം നീഡ് ബനാത്തെ. സാരസ് പറഞ്ഞാൽ ക്രെയിന്, കൊക്കില്ലേ, നമ്മൾ കൊക്കിൻ്റെ ടൈപ്പിലുള്ള പക്ഷി. സാരസ് ജാതിക്ക്, അതിൻ്റെ വർഗത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? നീഡ് ബനാത്തെ. നീഡ് മീൻസ് നെസ്റ്റ്, കൂട്. ആ പക്ഷികൾ അവിടുത്തെ ക്ലൈമറ്റിന് മാറുമ്പോൾ ഇങ്ങോട്ട് പറന്ന് വന്ന് നീഡ് ബനാത്തെ ഹെ ഉന്മേ അണ്ടേ ദേത്തെ ഹെ, കൂടുണ്ടാക്കുകയും ചെയ്യും, അതിൽ മുട്ടയിടുകയും ചെയ്യും. ചിടിയാഘർ മേ 4 താലാബ് ഹെ. ഈ സൂവിൽ 4 കുളങ്ങളുണ്ട്. ഏ ഉൻകെ ആസ്പാസ് ഹി രഹത്തെ ഹെ. അവർ ആ കുളത്തിൻ്റെ 4 കുളത്തിൻ്റെയൊക്കെ ചുറ്റുപാടുമായിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്. മനസ്സിലായോ? ഏഷ്യ, യൂറോപ്പ്, സൈബേരിയ ഈ സ്ഥലങ്ങളിലൊക്കെ തണുപ്പാവുമ്പോൾ ഈ ക്രെയിൻ, കൊറ്റിയെ പോലെയുള്ള കൊറ്റിയുടെ വർഗത്തിൽപ്പെട്ട പക്ഷികൾ ഇങ്ങോട്ട് പറന്ന് വന്ന് ഇവിടെ കൂടുണ്ടാക്കും, അതിലവർ മുട്ടയിടും. എന്നിട്ട് ഇവിടെയുള്ള കുളത്തിൻ്റെ അരികിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. ഹം ബഹു ദഗ്ഗയേത്തെ. അവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. നമുക്കിപ്പോൾ ഒരു സൂവിൽ പോയ ഒരു എഫക്റ്റ് ഇല്ലേ, മിസ്സിന് തോന്നുന്നുണ്ട് ഒരു സൂവിൽ പോയ എഫക്റ്റ്. എന്തിനൊക്കെയാണ് കണ്ടത്? അനിമൽസ്, ബേഡ്സ് അല്ലേ? ഇത്രയും അവൻ എക്സ്പ്ലെയിൻ ചെയ്തത് അവൻ്റെ ഫ്രണ്ടിനോട്. ഹം ബഹു ദഗ്ഗയേത്തെ 3 ബജ് ഗയേത്തെ. അപ്പോൾ അവൻ പറയാം, ഞങ്ങൾ വളരെ ടയേർഡായിരുന്നു, കാരണം രാവിലെ വന്നതാണ്, ഇപ്പോൾ സമയം 3 ബജ് ഗയെ, 3 o'clock, 3 മണിയായി ഇപ്പോൾ. ഹം മാം കെ സാത്ത് ലൗട്ടായി. ഞങ്ങൾ ടീച്ചറുടെ കൂടെ തിരിച്ചു പോയി. ലേക്കിൻ വ ദിൻ മേ കബി നഹി ഭൂൽ പാവുങ്ക. പക്ഷെ ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. വ ദിൻ മേ കബി നഹി ഭൂൽ പാവുങ്ക. ഭൂൽ മീൻസ് ഫോർഗട്ട്. ഞാൻ ഒരിക്കലും ആ ദിവസം മറക്കില്ല. തും ജബ് ആവോഗെ തബ് മേം വിസ്താർ സേ ബതാവുങ്ക. അപ്പം അവൻ ഇത്രയൊന്നും എഴുതിയിട്ടും അവനങ്ങോട്ട് മുഴുവൻ, അവൻ കണ്ടത് മുഴുവൻ പറഞ്ഞൊരു ഫീല് കിട്ടിയില്ല. അപ്പം അവൻ പറയുക, തും ജബ് ആവോഗെ, നീ ഇനി എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്? തബ് മേം വിസ്താർ സേ ബതാവുങ്ക. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. അപ്പം അവൻ ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് നല്ല എക്സ്പ്ലനേഷനായി തോന്നി. പക്ഷെ അവൻ അവിടെ കണ്ട കാര്യങ്ങൾ മുഴുവൻ അവൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു ഫീലാണ്. അപ്പോൾ അവൻ പറയുന്നത്, തും ജബ് ആവോഗെ തബ് മേം വിസ്താർ സേ ബതാവുങ്ക. നീ എപ്പോഴാണ് വരുന്നത്? അപ്പം ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിനക്ക് പറഞ്ഞു തരാം. ശേഷ് മിൽനെ പർ. ബാക്കി നമ്മൾ കാണുമ്പോൾ. തുമാര ദോസ്ത് കൃഷ്ണൻ. നിൻ്റെ ഫ്രണ്ട്, യുവർ ഫ്രണ്ട് കൃഷ്ണൻ.
നല്ലൊരു ലെസണാണ് അല്ലേ, ചെറിയ ലെസണാണ്. അതുകൊണ്ടാണ് മിസ് അത് ഇന്ന് ഒരു ക്ലാസ്സിൽ തന്നെ എടുത്തത്. കുറച്ചായിട്ട് എടുക്കാനില്ല, അത് ചെറിയ ലെസണല്ലേ. അപ്പം ഇന്ന് നിങ്ങൾക്ക് മിസ് ഈ ലെസൺ എടുത്തു, അത് 3 times വായിക്കണം. പിന്നെ നോട്ട് എഴുതാൻ അധികമൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള വർക്കുകളേ ഉള്ളൂ. എല്ലാം ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളേ ഉള്ളൂ, നോട്ടിലേക്ക് എഴുതാനില്ല. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.